രണ്ടാമത് പ്രീപോൾ സർവേയുടെ ഫലങ്ങൾ പുറത്തു വന്നു തുടങ്ങി. തുടർഭരണം ഉറപ്പാണ് എന്ന തരത്തിലുള്ള സർവേ ഫലങ്ങൾ കോൺഗ്രസ് ക്യാമ്പിന് നൽകുന്ന തിരിച്ചടി ചെറുതല്ല. നിലവിൽ പുറത്തേക്ക് വരുന്ന രണ്ടാം ഘട്ട പ്രീപോൾ സർവേ പ്രകാരം ഇടതുപക്ഷത്തിനുള്ള സീറ്റ് പ്രവചനം എന്ന് പറയുന്നത് 78 മുതൽ 90 വരെയാണ്. അതായത് ഇടതുപക്ഷത്തിന്റെ വോട്ട് വിഹിത പ്രവചനം ഏകദേശം 43.2 മുതൽ 45.8% വരെ. 100 സീറ്റിലധികം പിടിച്ചുകൊണ്ട് ഞങ്ങൾ അധികാരത്തിലേക്ക് വരുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തള്ളിയ തള്ളലുകൾക്ക് വിരാമം കുറിച്ചുകൊണ്ടാണ് പുറത്തേക്ക് വന്നിരിക്കുന്ന രണ്ടാം ഘട്ട പ്രീപോൾ സർവേയുടെ ഫലങ്ങൾ. കഴിഞ്ഞ സർവേ ഉണ്ടല്ലോ, ആദ്യഘട്ട സർവേ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കാൻ, അതായത് എങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു ഗതി എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ഈ രണ്ടാം ഘട്ട സർവേ പൂർത്തിയാകുമ്പോഴാണ് കൃത്യമായി എങ്ങനെയാണ് കേരളം വിധിക്കാൻ സാധ്യത, അങ്ങനെ തന്നെയാണല്ലോ ഇപ്പോഴും പറയേണ്ടത്. ഇതിൽ എററുണ്ട്, ഒരു നിശ്ചിത ശതമാനം എററൊക്കെ വന്നേക്കാം. കൃത്യം ഈ എണ്ണം സീറ്റുകളായിക്കൊള്ളണമെന്നൊന്നുമില്ല. പക്ഷേ ഏതാണ്ട് ഒരു സാധ്യത കൃത്യമായി നമുക്ക് പ്രവചിക്കാൻ കഴിയുന്നു എന്നുള്ളത് വാസ്തവമാണ്. കാരണം നമുക്ക് അത്ര വിശ്വാസ്യതയോടെ, അതിനകത്ത് സംശയമൊന്നുമില്ലാതെ നമ്മൾ ഉറപ്പാക്കി ചെയ്ത ഒരു സർവേ ആണിത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വീടുകൾ സന്ദർശിച്ചു. സനീഷ് നേരത്തെ സൂചിപ്പിച്ചു, നമ്മൾ ഓരോ വീടുകളിൽ ചെന്നാണ്, അല്ലാതെ ഇപ്പോൾ ഫോണിൽ വിളിച്ച് ചോദിക്കുകയോ റോഡിൽ കണ്ടവരോട് ചോദിക്കുകയോ ഒന്നും ആയിരുന്നില്ല. വീടുകൾ സന്ദർശിച്ചാണ് അത് തരക്കേടില്ലാത്ത ഒരു സാമ്പിൾ സൈസാണ്. 60 മണ്ഡലങ്ങളാണ് ആ സാമ്പിളായി എടുത്തത്. സമാന സ്വഭാവത്തിൽ 2021 ചെയ്ത സർവേ വളരെ കൃത്യമായിരുന്നു എന്നുള്ള മാതൃക നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ ആ നിലയ്ക്കാണ് ഈ സർവേ ഞാൻ കാണുന്നത്. ഇതിനകത്ത് ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഒന്ന്, ഈ 2011 ശേഷം ഇങ്ങോട്ട് ഈ UDF ജയിച്ചു വരാൻ കഴിയുന്ന മണ്ഡലങ്ങളുടെ എണ്ണം കുറഞ്ഞു എന്നുള്ളത്, അതിന്റെ ഒരു ബേസ് നമ്പർ വേണമല്ലോ, ആ നമ്പർ താരതമ്യേന കുറവാണ് എന്നുള്ളതാണ് ഇതിനകത്തെ ഒന്നാമത്തെ പ്രശ്നം. 2, നിലവിലുള്ള MLA-മാർ വളരെ കാര്യമായി മണ്ഡലം നോക്കുന്നവരായി മാറി എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഈ 2 കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ സർക്കാരിന്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള സൂക്ഷ്മമായ പരിശോധന, അവരനുഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, ഇപ്പൊ പെൻഷൻ കിട്ടുന്നതടക്കമുള്ള കാര്യങ്ങൾ, ഈ തൊട്ടടുത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ അടക്കം ഇതിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ സർക്കാരിന്റെ ജനക്ഷേമ വികസന പ്രവർത്തനങ്ങൾ, അതിനെയായിരുന്നു ഇത്തവണ ജനങ്ങൾ വിലയിരുത്തിയത്. അത്തരത്തിലുള്ള വിലയിരുത്തലുകൾ മുന്നോട്ട് വരുമ്പോൾ ഉറപ്പാണ് ഇടതുപക്ഷം എന്ന ടാഗ് ലൈനിൽ തന്നെ കാര്യങ്ങൾ വന്നു നിൽക്കുന്നു. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന്, അതായത് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് MLA-മാർ കാഴ്ചവെച്ച വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇടതുപക്ഷ സർക്കാരിനെ ഹൈലൈറ്റ് ആക്കി നിർത്തിയത്. അതുമാത്രമല്ല, തിരഞ്ഞെടുപ്പ് അടുത്തിരുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിനുണ്ടായ കടിപിടികളും കാലുവാരലുകളും ഒരുപക്ഷെ കോൺഗ്രസിന് തന്നെ വിനയായി എന്ന് പറയാം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിരന്തരം മാധ്യമങ്ങളെ കണ്ട് ഇല്ലാ വചനങ്ങൾ പറഞ്ഞത്, അതായത് നുണകൾ മാത്രം പടച്ചുവിട്ടത്, അത് ഈ തിരഞ്ഞെടുപ്പിൽ സതീശനും അതുപോലെ തന്നെ കോൺഗ്രസിനുമേറ്റ വലിയൊരു തിരിച്ചടിയായി മാറി. ഇനി പറയുവാനുള്ളത് UDF പ്രവർത്തകരോടാണ്. നിങ്ങളുടെ ആവേശം കാണുമ്പോൾ സത്യത്തിൽ സഹതാപമാണ് തോന്നുന്നത്. കാര്യം, കോൺഗ്രസിനകത്തുള്ള നേതാക്കന്മാർ പോലും പരസ്പരം കാലുവാരി സീറ്റുകൾക്ക് വേണ്ടി കടിപിടി കൂടുകയായിരുന്നു. തിരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിന് മുൻപ് തന്നെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി പൊരിഞ്ഞാടിയാണ്. പക്ഷേ കേരളത്തിലെ നിലവിലെ അവസ്ഥ കോൺഗ്രസിന്റെ ആവേശത്തിന് ചേർന്നതല്ല. ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് 2031 ശക്തമായ ഒരു തിരിച്ചുവരവ് UDF ഉണ്ടാകും എന്ന് കരുതി ഇപ്പോഴേ പണിയെടുത്താൽ, അല്ലെങ്കിൽ സമാശ്വാസം കൊണ്ടാൽ, അതൊരു പക്ഷേ കോൺഗ്രസ് ക്യാമ്പിന് ഗുണം ചെയ്യും. ഇല്ലെങ്കിൽ മെയ് 4 നിങ്ങൾക്കാർക്കും ഇരിക്കപ്പുറത്ത് കിട്ടില്ല. ഓരോ UDF-കാരനു വേണ്ടിയും വയനാട് ദുരന്തബാധിതരെ പറ്റിച്ച് കാശുണ്ടാക്കി, ആ കാശ് പുട്ടടിച്ച് നേതാക്കന്മാരുടെ കീശയും വീർപ്പിച്ചു, വയറും വീർപ്പിച്ചു. കോൺഗ്രസിന്റെ ഇത്തരം ഉഡായിപ്പ് പ്രവർത്തനങ്ങളും കോൺഗ്രസിനെതിരെ വലിയൊരു ആയുധമായി മാറിയിട്ടുണ്ട്. എന്തായാലും പുറത്തേക്ക് വരുന്ന രണ്ടാം ഘട്ട പ്രീപോൾ സർവേ ഫലങ്ങൾ അനുസരിച്ച് ഇടതുപക്ഷം ഉറപ്പാണ്, തുടർഭരണം ഉറപ്പാണ്.